സംഗീത നിരൂപകൻ ശ്രീ രവി മേനോൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രവി മേനോൻ, തിരുമേനി പറയായിരുന്നു വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അന്യനാട്ടിൽ നിന്ന് വന്ന ആളാണെങ്കിലും വളരെ പെട്ടെന്ന് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എത്രയോ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ സൃഷ്ടാവായി മാറി എന്നുള്ളതായിരുന്നു. അതെ, കൈതപ്പുറം പറഞ്ഞത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും അൾട്ടിമേറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ കുറവായിരുന്നു. പല മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മളിപ്പോൾ ഒരു ട്യൂൺ മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ റീ റെക്കോർഡിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ എസ് പി വെങ്കടേഷിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ട്യൂൺ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ അത് മാറ്റി രണ്ടാമതൊരു ട്യൂൺ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ട്യൂൺ ചെയ്യാൻ തയ്യാറായിരുന്നു. മാത്രമല്ല, റീ റെക്കോർഡിങ്ങിൽ ഇത്രയും വേഗതയോടെ ഇത്രയും അനായാസം റീ റെക്കോർഡിംഗ് ചെയ്യുന്ന സംഗീത സംവിധായകർ കുറവായിരുന്നു. അതുകൊണ്ട് സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു പ്രൊഫഷണൽ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടുകൂടിയായിരിക്കണം അദ്ദേഹം സിനിമയിൽ വർഷങ്ങളോളം നിലനിന്നത്. അത് ഒരേ സിനിമയിൽ തന്നെ പല ജോണറുള്ള പാട്ട് അദ്ദേഹത്തിന് ഇദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി ഗാനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ബാഗീസ് ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ എന്നും മലയാളിയെ കൊണ്ട് പാടിപ്പിച്ച സംഗീത സംവിധായകനാണ്. വെറൈറ്റിയാണ്. ഇപ്പോ ജോണി വാക്കറിൽ വളരെ വെസ്റ്റേൺ ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകൾ, ചടുലമായിട്ടുള്ള നൃത്തഗാനങ്ങളൊക്കെ ചെയ്ത അദ്ദേഹം തന്നെയാണ് പൂർണ്ണമായും ശാസ്ത്രീയ സംഗീത രാഗാടിസ്ഥാനത്തിലുള്ള സോപാനം എന്ന് പറയുന്ന സിനിമ ചെയ്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പലരോടും നമ്മൾ അതിന് സംവിധായകനോടൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന്. ആ സംവിധായകരുടെ വിശ്വാസത്തിലാണ്. ഇപ്പൊ ഡെന്നീസ് ജോസഫ് ആയാലും ജയരാജ് ആയാലും ഒക്കെ എസ് പി വെങ്കടേഷിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ച പാട്ടുകളാണ്. അതൊക്കെ അദ്ദേഹം ആ പ്രതീക്ഷകത്ത് ഉയർന്ന് അനശ്വര ഗാനങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അതാണ് പ്രധാനം. ശ്രീ രവി മേനോനാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. അന്ത്യം ചെന്നൈയിലെ വീട്ടിലാണ് സംഭവിച്ചത്. 150-ലേറെ സിനിമകൾക്ക് വിവിധ ഭാഷകളിലായി 150-ലേറെ സിനിമകളുടെ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു മഹാപ്രതിഭ. അദ്ദേഹം വലിയ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിൽ കൂടിയായിരുന്നു മലയാളത്തിലേക്ക് അടക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തുടർന്നാണ് അല്പം മുമ്പ് മരണം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ തന്നെ എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ, സൂപ്പർ ഹിറ്റ് പാട്ടുകൾ മലയാളിക്കായി സമ്മാനിച്ച ഒരു സംഗീത സംവിധായകൻ എന്ന് തന്നെ ഓർത്തെടുക്കണം എസ് പി വെങ്കടേഷിനെ. രാജാവിൻ്റെ മകൻ തുടങ്ങി തുടക്കചിത്രം രാജാവിൻ്റെ മകനായിരുന്നു. പിന്നീട് 2002 അദ്ദേഹം ചെയ്ത സിനിമ, പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഒന്നാമൻ. ഗായിക സുജാത ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി സുജാത, ഒരുപാട് ഓർത്തെടുക്കാനുണ്ടാവും താങ്കൾക്ക് എസ് പി വെങ്കടേഷിനെ കുറിച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.